ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ടി എ തോമസ് ഇലന്തൂർ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം, ഈ കർത്തൃദിവസത്തിൽ കർത്താവിനെ ആരാധിപ്പാനായി കൂടി വന്നിരിക്കുന്ന നമുക്ക് ആരാധനാത്മകമായ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇതിന്റെ സന്ദർഭം നമുക്കറിയാം. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിനെ അടക്കം ചെയ്തതിന് ശേഷം യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ യെരുശലേമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സന്ദർഭം. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവർക്കൊന്നും മനസ്സിലാകാതെ വളരെ ഭയചകിതരായി അവർ ഒരുമിച്ച് കൂടി പലതും ചിന്തിക്കുകയും പറയുകയും മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ഈ ഭയം അവരെ വളരെ അലട്ടുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് കർത്താവ് അവരുടെ മധ്യത്തിൽ കടന്നു വരുന്നത്. കർത്താവ് അവരുടെ നടുവിലേക്ക് കടന്നു വരുന്നത് ഒരു സ്വർഗീയ ശരീരത്തോടുകൂടെയാണ്, സെലസ്റ്റിയൽ ബോഡി. ആ കർത്താവിന്റെ ശബ്ദം അവർ കേട്ടു. നിങ്ങൾക്ക് സമാധാനം എന്നുള്ള വാക്ക്. അത് മാത്രമല്ല, ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. അപ്പോൾ കർത്താവിന്റെ ശബ്ദം അവർ കേട്ടു, അവർ കർത്താവിനെ കണ്ടു. മാത്രമല്ല, അവർ വളരെ സന്തോഷിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമായി മനസ്സിലാക്കാം. ഇതേ കാര്യം തന്നെ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം എന്നുള്ള സത്യം. അപ്പോൾ ജീവന്റെ വചനം ഇപ്പോൾ സ്വർഗീയ ശരീരത്തോടുകൂടെ അവരുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കാണുന്നു. അവന്റെ ശബ്ദം കേട്ടു, അവനെ കണ്ടു. അത് മാത്രമല്ല, ശിഷ്യന്മാർ അവനോടുകൂടെ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുന്ന മനോഹരമായ ഒരു സന്ദർഭം. നമ്മുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ വലിയവനായ കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളത്. നമ്മുടെ കർത്താവിന്റെ സന്ദേശം പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി
കാൽവറി ക്രൂശിൽ സമാധാനം ആയിത്തീർന്നു. അവന്റെ തകർച്ച നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു. അവന്റെ കയ്യ്, അവന്റെ വിലാപ്പുറം, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഓർക്കുവാനുള്ളത് ആ കൈകളിലും ആ കാലുകളിലും ഒക്കെ വലിയ ആണികൾ അടിച്ച് കർത്താവിനെ പച്ച മരക്കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ച. മാത്രമല്ല വിലാപ്പുറം വിടവുചാല് കണക്കെ കീറപ്പെട്ടിട്ടുണ്ട്. ഈ പാടുകൾ മാത്രമല്ല, അവന്റെ നെഞ്ചിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി. രക്തവും വെള്ളവും പുറപ്പെട്ടു. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണം തകർച്ചയുടെ ഒരു മരണമായിരുന്നു. അവന്റെ തകർച്ച, മരണം നമ്മളെ ജീവനിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം, നമ്മുടെ ഉയർച്ചയ്ക്ക് അത് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സമാധാനമില്ലാതെ പാപികളായി ദൈവത്തിൽ നിന്നും അകന്നുപോയ നമുക്ക് സമാധാനം നൽകുവാൻ അവൻ നമുക്ക് സമാധാനമായി തീർന്നു. അതിന്റെ വ്യക്തമായ തെളിവ് അവിടെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അവന്റെ കയ്യും വിലാപ്പുറവും കാണിച്ചു. അത് കണ്ടിട്ട് ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. ഈ വലിയ കൂട്ടായ്മയിലേക്ക് വരുവാൻ കാരണമായതോർത്ത് അവർ വളരെ സന്തോഷിക്കുകയാണ്. ഈ കർത്തൃദിവസത്തിൽ പ്രിയമുള്ളവരെ, നമുക്കും ആ നിലയിൽ സന്തോഷിപ്പാനായിട്ട് ഇടയാകുന്നതിന്റെ കാരണം അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യമാണ്. അത് കാണുവാനും കേൾക്കുവാനും ഇടയായ ശിഷ്യന്മാരോട് ചേർന്ന് നമുക്കും അവന്റെ പാദപീഠത്തിങ്കിൽ വീഴാം. ഈ കർത്തൃദിവസത്തിൽ പ്രിയമുള്ളവരെ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതുമായ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം, ആ ജീവൻ നമുക്ക് പ്രത്യക്ഷമായി എന്ന് യോഹന്നാൻ ലേഖനത്തിൽ എടുത്തു പറയുകയാണ് ചെയ്യുക. ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന നല്ലവനായ കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും ബലവും ബഹുമാനവും പുകഴ്ചയും സമർപ്പിക്കാം. അവൻ നമുക്ക് സമാധാനം നൽകേണ്ടതിന് മാത്രമല്ല, അവനോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തന്നായ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, നിസ്സാരനാക്കപ്പെട്ടു. അവന്റെ തകർച്ച നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ ഭക്തിയോടും എല്ലാ സ്നേഹത്തോടും കൂടെ നമുക്ക് അവന്റെ പാദത്തിൽ വീണ് അവനെ നമസ്കരിക്കാം. എല്ലാ സ്തുതിസ്തോത്രങ്ങളും അവന്റെ പാദത്തിൽ സമർപ്പിക്കാം. അവന്റെ വന്യനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.